സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തി വക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമി വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എൻ്റെ എല്ലാ ഭക്തമക്കൾക്കും വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണം. കൂടാതെ എന്താ വേണ്ടേ? ഭഗവാന്റെ കൃപ. ആ കൃപയുണ്ടെങ്കിലേ ആനന്ദം അനുഭവിക്കേണ്ടായോ. അതാണല്ലോ നമുക്ക് മനുഷ്യനായി തന്നെ പിറന്നാൽ മാത്രമേ മനുഷ്യനായി തന്നെ തിരിച്ചു പോകണ്ടേ. ഭഗവാൻ നമ്മളെല്ലാം ഇവിടെ വിതച്ചേക്കുക. നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് 100 മേനി വിളഞ്ഞണം അവിടെ, എന്നിട്ട് വേണം അവിടെ ചെല്ലാൻ. അതിന് നമ്മൾ നന്നായി ഇവിടെ എന്താ പറയുക, മുൻ ജന്മ സുഹൃതം തന്നെ മക്കളെ. ജഗദമ്മ പറയുന്നു, ഒറ്റയ്ക്ക് ഭഗവാനോട് മാത്രമായി എന്താ പറയുക പ്രാർത്ഥിച്ച് ആനന്ദിച്ചിരിക്കാനുള്ള അവസരം. അത് എനിക്കും അങ്ങനെയായിരുന്നു മക്കളെ. എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളായിരുന്നു, കുട്ടികളായിരുന്നു. എനിക്ക് അത് 30-35 വയസ്സൊക്കെ ഉള്ള സമയത്തേ എനിക്ക് കുട്ടികൾ സ്കൂളിലോട്ട് പോയി തുടങ്ങുമ്പോൾ പിന്നെ നല്ല ഭർത്താവ് ജോലിക്കും പോകുമ്പോൾ എനിക്ക് സന്തോഷമായിട്ട് പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് പ്രാർത്ഥിക്കാനും ഭഗവാനോട് ചേർന്നിരിക്കാനുമുള്ള അവസരം എനിക്ക് കിട്ടി. കാരണം അത് ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തും. അതാണ് ഈശ്വരൻ്റെ എന്താ പറയുക, ഒന്നും അസാധ്യമല്ല. അത്രത്തോളം ഭക്തി ഉണ്ടെന്ന് ഭഗവാൻ ആർത്തിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ജഗദമ്മ അതിനകത്ത് തന്നേക്കുന്നു, 2 പേരും ഇറങ്ങി പോകുമ്പോൾ സമയമുണ്ട് ഭഗവാനോട് ആരാധിക്കാൻ. നമ്മൾ അതിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത് ഭഗവാൻ അറിയാം. അതുപോലെ നിർമ്മലാ പവിത്രനും അതുപോലെ തന്നെയാണ്. അതും ഇതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കാനും എന്തിനുമുള്ളൊരു സമയം സിദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭാഗ്യമാണ്. അതേസമയം എല്ലാവർക്കും ആ ഭാഗ്യമില്ല. ഭക്തി അങ്ങേയറ്റം ഉണ്ടെങ്കിൽ സമയം അടുത്തിട്ടില്ലെങ്കിൽ പ്രാരാബ്ധങ്ങൾ ഇടയ്ക്ക് ആയിപ്പോവും. കുഞ്ഞും കുട്ടിയായിട്ടൊക്കെ അങ്ങനെ ആയിപ്പോയതിനിടയ്ക്ക് കൂടെ ഞാനും അങ്ങനെയാണ്. പക്ഷേ എനിക്കതിന് സമയം ദൈവം തന്ന്. 2 കുട്ടികളും 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന സമയത്തോ ഇത്ര ചെറുതിലോ ഒക്കെ തന്നെ ഞാൻ ആ സമയത്ത് ഒരുപാട് ജോലി ഉണ്ടെങ്കിലും എല്ലാം ഒഴിച്ചിട്ട് എന്നാലും ആരുടെയും ഒരു ഇടയ്ക്ക് ഒരു എന്താ നമ്മുടെ മനസ്സിനെ മാറ്റാനായിട്ട് ആരും ഇടയ്ക്ക് ആ സമയത്ത് ഇല്ല. അങ്ങനെയുള്ള സമയം എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ അന്നേ പറ്റി, കുട്ടിനാളിലേ പറ്റി. അതേസമയം മക്കൾ സ്വന്തം കാലം നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വയസ്സായി പോകത്തില്ലേ, എനിക്കതുകൊണ്ട് ആ സമയത്തേ കിട്ടി. അതുപോലെ ഇപ്പം നിർമ്മലാ പവിത്രന് അതുപോലെ സമയമാണ്. ഈ ജഗദമ്മയുടെ അതേപോലെ തന്നെയാണ്. നല്ല സൗകര്യമാണ്. ഇതൊക്കെ കേൾക്കാനും വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ല സൗകര്യം ഭഗവാൻ ഒരുക്കി കൊടുക്കുന്നു. ഇതാണ് ആർത്തിയുള്ള തൃപ്തിപ്പെടുന്നത്. അതോടുകൂടി സർവ്വതും. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവത്തില്ല, ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഭഗവാൻ മുന്നേ മറ്റ് കാര്യങ്ങളെല്ലാം ഒതുക്കി കൊടുക്കും. കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം നന്നായി അതിനെ സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈശ്വരനെ പോലെ കഴിവ് ആർക്കാ ഉള്ളത്? ഞാൻ അനുഭവസ്ഥയാണ്. അതുകൊണ്ട് നന്നായി പറഞ്ഞുതരാൻ പറ്റും. അതുപോലെ പത്മകുമാരി, സന്തോഷം മക്കളെ, ബിജു ഭഗവാൻ കൂടെ ഉണ്ട് മക്കളെ. അത് എനിക്ക് നേരത്തെ അറിയാം. ബിജു അതുപോലെ തന്നെ ഓമന മുരളീധരൻ, അത് ഒന്നും അഭിപ്രായമൊന്നും പറയുന്നില്ല. പ്രസന്ന ആനന്ദം അനുഭവിക്കുന്നു മക്കളെ. ആനന്ദമാണ് നമ്മുടെ ഇതെല്ലാം നേടി വരുമ്പോൾ ആനന്ദമാണ് അവസാനം വരുന്നത്. ഈ ആനന്ദമാണ് ഈശ്വരൻ. അത് നമുക്ക് കിട്ടണം. അപ്പോഴാണ് പരമാനന്ദത്തിൽ ലയിച്ചാൽ പിന്നെ നമുക്ക് വല്ല ദുഃഖമുണ്ടോ? എപ്പോഴും എന്ത് കണ്ടാലും ആനന്ദം. ഒന്നിലും നമ്മുടെ മനസ്സ് എവിടെ എപ്പോഴും ഈശ്വരങ്ങൾ തന്നെയാണ്. സുലോചന അഖിൽ അതും ഇതുപോലെ മനസ്സിന് ആശ്വാസമുണ്ട്. മനസ്സിന് ആശ്വാസം എന്താ ഉണ്ടാകുന്നത്? ഈശ്വരൻ ഉള്ളത്തിൽ പ്രവർത്തിച്ചില്ലേ നമുക്ക് എങ്ങനെ ആശ്വാസം ഉണ്ടാവും? നമ്മുടെ ചുറ്റുപാടുകളും അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ. മറ്റു ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഇടയ്ക്കുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സമാധാനം കിട്ടും? അപ്പോൾ മനസ്സിലാക്കിക്കോണം, പരമാത്മാവായ ഈശ്വരൻ നമുക്കെല്ലാം മുൻജന്മ സുഹൃതം കൊണ്ട്
ആ രുക്മിണിമോഹനനും പറയുന്നത് ഇതുപോലെയാണ്. ഈശ്വരൻ വലിയവനാണ് മക്കളെ, അതൊക്കെ കേൾക്കാനൊരു ഭാഗ്യം ഇത് കിട്ടിയല്ലോ എന്നാണ് ചില മക്കളെല്ലാം പറയുന്നത്. അതുപോലെ ഗീതാ നായർ. അപ്പോൾ സുലോചനാഖിലും ഇതുപോലെ ആശ്വാസമുണ്ട്, ഗീതാ നായർക്കുണ്ട്, രുക്മിണി മോഹനും ഇതുതന്നെയാണ് പറയുന്നത്. നന്നായി കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടത്തിത്തരും ഭഗവാൻ. അങ്ങനെയാണ്. നിർമ്മല രമേഷ്, സന്തോഷം മക്കളെ. ജയ ആനില്ല, അതും അതിനേക്കാൾ സന്തോഷം അനുഭവിക്കുന്നത് തന്നെ എപ്പോഴും എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. രാധ ശിവാനന്ദന് ധ്യാനത്തിലേക്ക് വളരെ വളരെ മുന്നോട്ടായതുകൊണ്ട് സമയം കിട്ടുന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കമൻസ് വരുന്നുണ്ട്. ഇടയ്ക്ക് ഇതെല്ലാം നോക്കുന്നു, പഠിക്കുന്നു. എന്നാലും ഒരുപാട് നാളുകൊണ്ടേ തുടങ്ങിയതുകൊണ്ട് ഒത്തിരിയോടൊക്കെ ലെവലിലേക്ക് പിന്നെ ധ്യാനത്തിലേക്കൊക്കെ പോയിരിക്കുവാണ് വ്യക്തി. അതുകൊണ്ട് എന്നാലോ വീട്ടിൽ ഉത്തരവാദിത്വം കൂടുതലും ഉണ്ട്. എന്നാലും സമയക്കുറവുണ്ടെങ്കിലും അതിനിടയ്ക്കൂടെ ഇതെല്ലാം സാധിക്കും. കാരണം വെളുപ്പിന് 2 മണി തൊട്ടൊക്കെയാണ് എണീറ്റിരുന്ന ധ്യാനം, 2-3 മണിക്കൊക്കെ. അപ്പോൾ അത്രത്തോളമൊക്കെ കഴിഞ്ഞ് അത്രയും ഒരു ആർത്തി വന്നുപോയി. അതാണ് ഈ ആർത്തി. അങ്ങനെ നമുക്ക് ബെല്ലും ബ്രേക്കും കാണില്ല. ഭഗവാനെ പിന്നെ പ്രത്യക്ഷമായിട്ടേ ഒരു സമാധാനം കിട്ടുള്ളൂ. അതെല്ലാം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആനന്ദം അങ്ങ് വന്നാൽ പിന്നെ എന്ത് വരും? പിന്നെ ഇതുപോലെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പിന്നെ ഒരു വെപ്രാളോ, ആർക്കെങ്കിലൊക്കെ ഇത് കൊടുത്തോളാൻ വയ്യെന്ന്, ആരെ കേട്ടിട്ട് ആർക്ക് കൊടുക്കട്ടെ? ഇതൊക്കെ എങ്ങനെ കൊടുക്കുക? വെറുതെയും കൊടുക്കുമല്ല, ഭഗവാന്റെ അനുഗ്രഹപ്രകാരം കൊടുക്കണം. അതിന് ഈശ്വരൻ പറയും നീ ഇത് കൊടുക്കൂ. അപ്പം നമ്മുടെ ഉള്ളത്തിൽ വേദന വരും. ഞാൻ എൻ്റെ അനുഭവം പറയുക. ഭഗവാനെ നേടാൻ വേണ്ടി ഉള്ളത്തിൽ വേദന വന്നു. അതുപോലെ അതെല്ലാം കണ്ട് ആനന്ദിച്ചപ്പോൾ പിന്നെ അടുത്ത വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ ഇതിങ്ങനെ പങ്കിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കാനും ഈ വേദനയുണ്ട്. അത് അപ്പോൾ മനസ്സിലാക്കണം, ഈശ്വരൻ അനുവദിച്ചിരിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് വീതിച്ച് എന്നിലുള്ളത് കൊടുക്കാൻ. അത് ഭഗവാന്റെ ആജ്ഞപ്രകാരം ആ ഒരു ഉത്തരവ് തരുമ്പോഴേ നമുക്കതിന് അർഹതയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എല്ലാ അറിവും പകരുന്നത് നല്ലത് തന്നെ. പക്ഷേ ഭഗവാനും കൂടെ ഒരു ഓർഡർ തരുമ്പോൾ അത് അതിഭയങ്കരമായ ഒരു ആനന്ദമായിരിക്കും. അപ്പോൾ എന്തൊരു ആനന്ദത്തോട് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും. നമ്മൾ അനുഭവിക്കുന്ന ആനന്ദത്തോട് തന്നെ, ഭഗവാന്റെ കൃപയോട് തന്നെ മറ്റുള്ളവർ കൊടുക്കാനും പറ്റും. അതാണ് എനിക്ക് ഇത്രയുള്ള ഭക്തിയുള്ള മക്കളെ പോലും കിട്ടാൻ കാരണം. എനിക്കും ആനന്ദമുണ്ട്, കേൾക്കുന്നവർക്കും ആനന്ദമുണ്ട്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഇനിയും മക്കൾ ഇതുപോലെ അനുഭവങ്ങളെല്ലാം ഇതുപോലെ എഴുതാമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമാണ് എൻ്റെ ആനന്ദം. അല്ലെങ്കിൽ ഞാനെന്താ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകത്തില്ലേ? അതുകൊണ്ടാണ് നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗത്തും നോക്കാം. നമുക്ക് ഭഗവാനെ കണി കാണുന്ന നാമം ചൊല്ലാം. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. നരകവൈരിയാം അരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നി അടുത്തുവാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മലർമതിൽ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി, ചിലുചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ വശത്തുവാ ഉണ്ണി കണി കാൺമാൻ.
കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. ബാലസ്ത്രീകളുടെ തുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. നമ്മൾ ഗോപികമാരുടെ സങ്കടാവസ്ഥകളാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതായത് ഭഗവാനോട് അത് ഈ എന്തോ വണ്ട് ഭഗവാന്റെ സന്ദേശം വണ്ട് മൂളിപ്പാട്ട് കൊണ്ടുവന്നപ്പം ഇവർ ഭഗവാനെ പറ്റി ഇങ്ങനെ പാടിയും ഒക്കെ നിന്നപ്പോൾ വണ്ട് വന്നു. നീ കൃഷ്ണൻ്റെ സന്ദേശം കൊണ്ട് വന്നതാണോ? ഞങ്ങൾക്ക് കാണണ്ട കേൾക്കണ്ട, പൊയ്ക്കോ. അവിടെ മധുരയിലെ പോയി കൃഷ്ണൻ്റെ കാന്തമാരെ അവിടെ പോയി അവരുടെ സന്തോഷം വാങ്ങാൻ അവരെ നന്നായി സന്തോഷിപ്പിക്കൂ, സേവ ചെയ്യൂ. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാമിച്ചു ഭജിച്ചൊരു രാവണ ഭഗിനിയെ കാമുകൻ വിരൂപയാക്കിയിടാൻ, അതുമല്ല പാരിച്ച ഭക്തിയോടും സർവവും നൽകി മുന്നം മഹാബലിയെ പിടിച്ചുകെട്ടി നിന്ദിച്ചു വിട്ടു. കരടൻ തന്നെ പോലെ, കരടൻ എന്ന് വെച്ചാൽ നിന്ദിക്കുക എന്നുള്ളത്. അപ്പം നിന്ദിച്ചു, കാരണം സർവ്വതും മൂന്ന് ലോകവും, അതായത് 3 അടി മണ്ണിന് സർവവും കൊടുത്തു. അദ്ദേഹത്തെ കൂടെ കൊണ്ടിട്ടും പിടിച്ചുകെട്ടി നിന്ദിച്ചില്ലേ ഈ കൃഷ്ണൻ. അതായത് കൃഷ്ണനാണല്ലോ വാമനനായിട്ട് വരുന്നത്, ശ്രീരാമനും എല്ലാം അത് തന്നെ ആണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത ആളല്ലേ. അതുപോലെ തന്നെ നിർമ്മലത്വം വരുത്തുവാൻ വന്നതോ നീ നിർമൂലമായി വെടിഞ്ഞ നിർമൂലനോടൊന്നും ഒത്ത നിർമ്മലത്വം വരുത്താൻ വന്നതാണോ നീ? വെറുതെ എന്തിനാ? വാനരം വ്യാധനെ പോലെ നിർമൂലം ബാലി തന്നെ. അതെനിക്ക് നല്ല സംശയം തരുന്നറിയുമോ? വ്യാധൻ എന്ന് വെച്ചാൽ വേടൻ എന്നർത്ഥം, വാനരം കുരങ്ങാണ്. അപ്പം ഇവിടെ ബാലി കുരങ്ങനാണ്, വ്യാധൻ വേടനാണ്. പക്ഷെ നമുക്ക് രാമായണത്തിൽ എന്താ പറയുക, കാട്ടാളൻ എന്നാണ് കിടക്കുന്നത്. അപ്പം കാട്ടാളൻ്റെ ശീലവും വേടൻ്റെ ശീലവും ഒന്നാണ്. പിന്നെ വേടനാണ് അമ്പ ചെയ്യുന്ന മൃഗങ്ങളെ. അപ്പം അവിടെ അമ്പെയ്ത് ആരെ? ബാലിയെ കൊന്ന് ശ്രീരാമൻ. അപ്പം വാനരനല്ലേ, കുരങ്ങല്ലേ ബാലി, അതുകൊണ്ടാണ് വാനരം. അത് ബാലിയെ വ്യാധനെ പോലെ, വേടനെ പോലെ. ആരാ വേടനെ പോലെ? അത് ശ്രീരാമൻ. അപ്പം ഭഗവാൻ കൃഷ്ണനെ വേണ്ടിയിട്ടാണ് കൃഷ്ണനാണെന്നല്ലേ ശ്രീരാമനും. അതുകൊണ്ട് അന്ന് ഇങ്ങനെ ചെയ്തില്ലയോ, ഒരു വേടനെ പോലെ ഒന്ന് അമ്പ് ചെയ്തില്ലയോ ബാലിയെ ഒളിച്ചൊന്ന് ചെയ്തതിന്. ഒരു വേടൻ എങ്ങനെയാണ് ഒളിച്ചെന്നാണ് അമ്പ് ചെയ്യുന്നത്? കാരണം എന്താ പറയുക, മൃഗങ്ങൾ അടുത്ത് വരാൻ വേണ്ടി പിന്നെ ശബ്ദം ഉണ്ടാക്കും. എന്തോ ഒരു മാനൊക്കെ ഓടി വരും ശബ്ദം, വേടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ. എന്നിട്ട് ഒളിച്ചു നിന്നിട്ട് മാൻ വരുമ്പം അമ്പ് ചെയ്യും. അപ്പം അത് ചതിയല്ലേ. അതുപോലെ ഭഗവാൻ വൃക്ഷത്തിൻ്റെ മൂട്ടി ഒളിച്ചു നിന്ന് ചെയ്തതിനാണ് ഒരു വേടനെ പോലെ ചെയ്തില്ലയോ. ഇതാണ് ഈ ഗോപസുകൾ ഈ പിന്നെ വണ്ടിനോട് ചോദിക്കുന്നത്. അങ്ങനത്തെ കൃഷ്ണനല്ലേ, പിന്നെ എല്ലാവരെയും വഞ്ചിച്ചില്ലേ? വാനരം വ്യാധനെ പോലെ, അത് വേടനെ പോലെന്ന് ഒളിച്ചു നിന്ന് നിർമൂലമാക്കിയില്ലയോ ബാലിയെ? അത് മാനമോട് ചെയ്ത് കൊന്നില്ലയോ? അതുമല്ല, അത് മാധവൻ, അത് മാധവന് ശ്രീരാമനും ഒന്നാണ്. അതുകൊണ്ട് മാധവൻ അങ്ങനെ ചെയ്തില്ലയോ? അതുമല്ല, കാമിച്ച് ഭരിച്ചൊരു രാവണ ഭഗിനിയെ, ഈ ശ്രീരാമനെയും ലക്ഷ്മണനെയും വേണം, ആരെങ്കിലും ഒരാളെ വേണം പറഞ്ഞ് ഇങ്ങനെ കാമിച്ച് ആഗ്രഹിച്ച് നിന്നിട്ട് അതിൻ്റെ മൂക്കും മാറും ഒക്കെ ചെത്തിക്കളഞ്ഞില്ലേ? പിന്നെയോ പാലിച്ച ഭക്തിയോട് സർവവും നൽകി മഹാബലിയെ നിന്ദിച്ചില്ലേ? ഒരു കരടനെ പോലെ നിന്ദിച്ചില്ലേ? പിടിച്ച് കെട്ടിയില്ലേ? എന്നിട്ട് പിന്നെ കടുപ്പമേറും ദയാഹീനനുള്ള സഖ്യം ഇനിമേൽ ഞങ്ങൾക്ക് വേണ്ട. ഈ വണ്ടുകളോട് പറഞ്ഞ് ഞങ്ങൾക്കിനി ഇങ്ങനെ കടുപ്പമുള്ള ദയയില്ലാത്ത ദയാഹീനനായ ഈ കൃഷ്ണനെ ഞങ്ങൾക്കിനി വേണ്ട. പിന്നെ പറയുന്നത് ദയാഹീനനാം എന്നാകിലും
വന്ദനീയനാണ് കൃഷ്ണൻ. അതോടെ പറയുന്നുണ്ട്. എനിക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് സങ്കടം, ഇട്ടിട്ട് പോയതിൻ്റെ സങ്കടം. ആ സങ്കടത്തിൽ ഇതൊക്കെ എന്തൊക്കെ പറയാം, അതൊക്കെ ഇനി ഇല്ലാത്തവണെങ്കിൽ അവർ പറയും. എന്നിട്ട് ദയാഹീനനാണെങ്കിലും വന്ദനീയനാ കൃഷ്ണൻ തൻ കഥാമൃതം ഏതും ചൊൽകയും കേൾക്കൊണ്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ദയ ഇല്ലാത്തവനാണെങ്കിലും ഭഗവാന്റെ കൃഷ്ണൻ്റെ കഥാമൃതം ആരെങ്കിലും കേൾക്കുകയോ അത് ചൊല്ലുകയോ പറയുകയോ ചേതസി മോഹങ്ങൾ ആകവേ നശിച്ചിട്ട് അതിശുദ്ധരായി വന്നിടുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ നിന്ന് എല്ലാ മോഹവും പോയി. അവർ അവരുടെ ഭർത്താവിനെയും കളഞ്ഞ് അവരുടെ കുട്ടികളെയും കളഞ്ഞ് വീടും കളഞ്ഞ് എല്ലാം കളഞ്ഞ് മനസ്സിൽ നിന്ന് മൊത്തവും കളഞ്ഞിട്ട് ഭഗവാൻ മാത്രം മതിയെന്ന് പറഞ്ഞ് ഇന്നിപ്പം ഇതിനകത്തുള്ള ഭക്തമക്കൾ എനിക്കറിയാം. അത് ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയാലും ഈ ജഗദമ്മയും നിർമ്മലയും അവരെല്ലാം എന്താ ചെയ്യുക, ഭഗവാൻ മതി. അതുകൊണ്ടാണ് അവർക്ക് ഏകാഗ്രമായിരുന്ന പ്രാർത്ഥികളുടെ വകുപ്പ് തിരിച്ചു കൊടുക്കുന്നത് ഭഗവാൻ. അത് മനസ്സിലാക്കണം. എൻ്റെ അനുഭവം അതുപോലെ ആയിരുന്നു. എനിക്ക് വേണ്ടുന്നതെല്ലാം തരും, എന്തെല്ലാം ഈ വീട്ടിന് ആവശ്യമുണ്ടോ അധികപ്പറ്റും കൊണ്ട് മറിക്കും. എന്നാൽ ഇതെങ്ങാണല്ല ആഗ്രഹം എനിക്കുണ്ടോ ഒട്ടും ഇല്ലാതാനും. അപ്പോൾ മനസ്സിലാക്കണം, ഒരു ഭക്തന് എന്താ വേണ്ട മല മറിച്ചിട്ട് കൊടുക്കും ദൈവം. ഇതിലൊന്നും നമുക്ക് ആഗ്രഹമായിട്ട് ഇല്ലാതാനും. അതൊന്നും എന്തിനാ നമുക്ക് നോക്കും. പക്ഷെ നമുക്ക് വേണ്ടതെന്താണ്? ഈശ്വരനെ, ഭഗവാനെ മതി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മക്കൾക്ക് എല്ലാം ഒരുക്കി കൊടുക്കും. മകന് ജോലി വേണോ, വീട് വേണോ, എന്താ ഇല്ലാത്ത എല്ലാം കൊടുക്കെന്താ. അതുകൊണ്ട് നിൻ്റെ മനസ്സ് പതറണ്ട, നീ എന്നിൽ തന്നെ ആശ്രയം വയ്ക്കൂ, നീ എന്നിൽ തന്നെ മനസ്സ് ഇരുത്തൂ, നിശ്ചല ഭക്തിയോട് ഇരിക്കൂ, മനസ്സിനെ ഏകാഗ്രമാക്കൂ. നീ ബുദ്ധിമുട്ട് അറിയണ്ട, നിനക്ക് ഒന്നും നീ അറിയണ്ട, നിനക്ക് സർവ്വതും എല്ലാം ദൈവം ഒരുക്കി തരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം എന്നിട്ട് ഈ ദയാഹീനനാണെങ്കിലും ഈ ഭഗവാന്റെ കൃഷ്ണൻ്റെ കഥാമൃതം ഏതും ചൊല്ലുകയും കേൾക്കുകയും ചേതസി മോഹങ്ങളെല്ലാം ആകവേ നമ്മുടെ മനസ്സിൻ്റെ മോഹങ്ങളെല്ലാം മാറി നശിച്ച് അതിശുദ്ധരായി വന്നിടുന്നു. ഇന്ന് എനിക്ക് പോരാ രുക്മിണിയും പറയുന്നു പോരാ ഇത് കേൾക്കാനൊരു സുഹൃതം, അമ്മ പാദ നമസ്കാരം, ഇങ്ങനെ എല്ലാ മക്കളും ഇതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. എൻ്റെ തമ്പുരാനെ ഇത് ഈ മക്കളുടെ അഭിപ്രായങ്ങൾ മൊത്തവും ഞാൻ ഈശ്വരൻ അർപ്പിക്കും. കാരണം ഇത്രയും ഭാഗ്യം എനിക്ക് ഞാൻ ഒരു ഇച്ചിരിയേ ചോദിച്ചില്ല. എനിക്കൊരു എന്താ പറയുക, ഒരു അല്പം ഒരാൾ തന്നാൽ എനിക്ക് മല പോലെ ഭഗവാൻ മക്കളെ തരുന്നു. എങ്ങനെയാ ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിക്കുന്ന മക്കൾ. അപ്പോൾ ഞാനും ഇത് ആനന്ദിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് എല്ലാം അതിശുദ്ധരായി വന്നിടുന്നു. സർവ അർത്ഥ കളത്ര മിത്രാദികൾ നിത്യമല്ലെന്ന് ഉറുവിയിൽ സന്മാർഗികൾ വെടിഞ്ഞ് മുക്തരായി ഏറിയ ജനമുണ്ട് വാഴുന്നു. സുഖമായിട്ട് ഏറിയ ജനം മുക്തി സാധിച്ചു പണ്ടും. അപ്പോൾ എന്താ, ഇതെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് ത്യജിക്കുമ്പോൾ ഇതിനെല്ലാം നമുക്ക് മുക്തിയാവാൻ കിട്ടും. അപ്പം ആകവേ നശിച്ച് എന്താ നശിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഇതെല്ലാം കളഞ്ഞു. കാരണം നമുക്കൊരു പരുവാകുമ്പം മക്കളുടെ കാര്യമെല്ലാം നോക്കുകയും ചെയ്യും, എല്ലാ കാര്യവും ഈശ്വരാർപ്പണമായി നമ്മൾ ചെയ്യുകയും ചെയ്യും. നമ്മുടെ മനസ്സിലല്ല, ഭഗവാനായിട്ട് അർപ്പിച്ച് എല്ലാം ഈശ്വരാർപ്പണമായി നമ്മൾ ചെയ്യുകയും ചെയ്യും. നമുക്ക് വേണ്ടുന്ന സൗകര്യം ഭഗവാൻ ഒരുക്കി തരും. നമുക്ക് ധ്യാനിക്കണമോ പ്രാർത്ഥിക്കണമോ എന്തിനും ഭഗവാൻ അതിന് സമയം ഒരുക്കി തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശുദ്ധരായി വരും. നമ്മൾ പരമശുദ്ധരായി തന്നെ തീരും. അപ്പോൾ എന്ത് വരുന്നു? സർവ അർത്ഥ കളത്ര മിത്രാദികൾ നിത്യമല്ല നമ്മൾ മനസ്സിലാക്കും. സർവവും അർത്ഥം, ധനവും പുത്രനും മിത്രവും മക്കളും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും എല്ലാം ഉറുവയിൽ സന്മാർഗികൾ എന്ത് ചെയ്യുന്നു? വെടിയും. എങ്ങനെ വെടിയും? ഇതെല്ലാം നിത്യമല്ല, പരമാത്മാവ് മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയം. അത് നമുക്കിപ്പോൾ അനുഭവം വരുന്ന നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്ന് എത്ര ജനങ്ങളാണ് തെരുവിലും അനാഥാരത്തിലോട്ട് കഴിയുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് ഇന്നില്ലാതെ നമ്മളെ നോക്കിക്കൊള്ളുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കും. മക്കൾ അവരുടെ ഒരു സ്വന്തം കാര്യം ആകുമ്പോൾ അമ്മ എന്ന് പറഞ്ഞാലോ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു വേദനയും വിഷമവും ഇല്ലാത്തൊരു കാലമായി. അവർ എവിടെ വളരുന്നോ ഒരു പട്ടിണിയാണോ എന്ന ചിന്ത അവർക്കില്ലാത്തൊരു അവസരമായി മാറി. ഇത് ആര് ചെയ്യിക്കുന്നു? ഭഗവാൻ. എന്താ കാരണം? ഭഗവാനെ അറിയാത്തത് കൊണ്ട്. ഭഗവാനെ അറിയുന്ന മക്കളെ അങ്ങനെ ഇടത്തില്ല. എപ്പോഴും മക്കളായാലും അല്ല മക്കൾ സ്ഥലത്തില്ലെങ്കിൽ മറ്റു മക്കളെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കും. നമുക്ക് ഇന്നാരെന്നില്ല, നമ്മുടെ കാര്യങ്ങൾ മുടങ്ങാതെ പോകുന്നോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ആരാണ് ചെയ്യുന്നത് നമ്മൾ അറിയണ്ട. ഭഗവാൻ പലരായി വന്ന് ചെയ്തു തരും. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് വല്ലതും ബുദ്ധിമുട്ടുണ്ടോ? ഇത് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ.
ഞാൻ ഇന്ന് അങ്ങനെ കഴിയുന്നുണ്ട്, എനിക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് എന്നെ മക്കൾ വിളിച്ചിട്ട് ഞാൻ പോകാത്തതുകൊണ്ടായി. അതിന് എനിക്ക് എന്ത് വരുന്നത്, അവർ വേണ്ടുന്നെല്ലാം തരുകയും ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ ഭഗവാൻ ഓരോരുത്തരോട് ആക്കിയിട്ടുമുണ്ട്, ഞാൻ പോലും അറിയാതെ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഭഗവാൻ തരും. അതുകൊണ്ട് എന്ത് വന്നു, കളത്ര മിത്രാദികൾ നിത്യമല്ല എന്ന് ഈ ഉർവിയിൽ, ഈ ഭൂമിയിൽ സന്മാർഗികൾ, നല്ല മാർഗത്തിൽ കഴിയുന്നവർ, സത്യസന്ധമായി നിർമ്മലമായ ഭക്തിയോടുകൂടി ഈശ്വരനെ അറിയുന്ന സന്മാർഗികൾ, അവർ എന്ത് വരുന്നു, ഇതൊക്കെ വെടിഞ്ഞ് മുക്തരാകുന്നു. എന്നിട്ട് ഏറിയ ജനമുണ്ട്. അങ്ങനെ ഒരുപാട് ജനങ്ങളുണ്ട് വാഴുന്നു. ഇങ്ങനെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരുപാട് മനസ്സിലാക്കാനും, പണ്ട് ഇതൊന്നും അറിയാൻ വയ്യായിരുന്നു. ഇന്നിപ്പോൾ ഈ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ പല ഇടങ്ങളിലായി ഒരുപാട് ഞാൻ തന്നെ ചിന്തിക്കുക, പണ്ട് ഭഗവാൻ പറയുമായിരുന്നു ഭഗവത്ഗീത 1000-ൽ 1 ഉള്ളെന്ന്. അങ്ങനല്ല, ഇപ്പം തുരുതുരാന്നുണ്ട്. കാരണം അത്രമാത്രം ഭൂമി ലോകം നശിച്ചു കഴിഞ്ഞു. അപ്പം മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ വർദ്ധിച്ചതെന്ന്. ഭക്തിയെയും ഭക്തിമാർഗമേന് നടക്കുള്ളെന്ന്, ആരാധന കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളെന്ന് കുറേ മക്കൾ മനസ്സിലാക്കിയതുകൊണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തെ സുഹൃതം എല്ലാം കൊണ്ടും അവർക്ക് ഇത് പാഠമായി. അതുകൊണ്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഭക്തന്മാരുണ്ട്, ഭക്തമക്കളുണ്ട്, ഏറിയ ജനമുണ്ട്. അത് അന്നേ ഇതിൽ ഇന്നലെ എഴുതിയ വാക്കല്ല ഇത് ഞാൻ വായിക്കുന്നത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതായി ഭാഗവതം. അപ്പോൾ ഏറിയ ജനമുണ്ട് വാഴുന്നു സുഖമായിട്ട്, ഏറിയ ജനം മുക്തി സാധിച്ചു പണ്ടും, ഇന്നല്ല പണ്ടേ ഉണ്ട്. സർവ്വതും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞ് എല്ലാവരും ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ കഴിയുന്നുണ്ട്, മുക്തരായി മാറുന്നുണ്ട്. നമ്മൾ അറിയാത്തതാണ്. നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല? നമ്മൾ എല്ലാ വീട്ടിലും എല്ലാവരെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കുറച്ച് ഈ പത്രം വന്നതിന് ശേഷം പത്രത്തിൽ കൂടെയും അതിനേക്കാൾ ഉപരി ഇപ്പം ഈ ഒരുപാട് ഇങ്ങനെയുള്ള സാമഗ്രികളുണ്ട്. ഈ TV, ഇങ്ങനെയുള്ള മൊബൈലുകൾ, ഇതെല്ലാം ലോകത്തുള്ള സർവ്വ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും കുറേയേറെ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ഭക്തന്മാർ ഇതുപോലെ പല കാര്യങ്ങൾക്കും. അങ്ങനെയുള്ള കൃഷ്ണൻ തന്നുടെ ചരിതം ഇന്ന് എങ്ങനെ കേട്ടിടാതെ വാഴുന്നോ ഞങ്ങൾ ഭൂവി. അപ്പോൾ അവർ ഈ കൃഷ്ണനെ പള്ളൊക്കെ പറയുന്നെങ്കിലും ഇങ്ങനെയുള്ള കൃഷ്ണനെ വന്ദനീയനായിരുന്നു, എല്ലാവരും വന്ദിക്കപ്പെടുന്ന കൃഷ്ണനാണ്. കാരണം എന്താ, ഭഗവാന്റെ നാമാമൃതം കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവർക്ക് പണ്ടേ മുക്തനാവുന്നു. എല്ലാത്തിൽ നിന്ന് അവർ എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ച് അവർ ഈശ്വരനിൽ തന്നെ അവർ അഭയം കൊള്ളുന്നു, പരമാത്മാവിൽ തന്നെ അവർ ചേരുന്നു, മുക്തരാകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ ചരിതം എങ്ങനെ കേട്ടിടാതെ വാഴുന്നു ഞങ്ങൾ ഭൂവി വണ്ടേ ഭ്രമരമേ. അതായത് ഈ വണ്ടിനോട് ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും, കൃഷ്ണനില്ലാത്ത ജീവിതം എങ്ങനെ പറ്റും, അതാണ് അവർ വിഷമിക്കുന്നത്. ഈ ഭൂമിയിൽ ഞങ്ങൾ എങ്ങനെ കഴിയും, ഭഗവാന്റെ ആ ചരിതങ്ങൾ കേൾക്കാതെയും ഒക്കെ ഞങ്ങൾ എങ്ങനെ കഴിയും. അവിടെ നമ്മൾ വായിച്ചാൽ കണ്ടു വായിക്കാം. ഇനിയും കുറ്റപ്പെടുത്തുവാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ കൃഷ്ണൻ്റെ ചരിതം ഇന്ന് എങ്ങനെ കേട്ടിടാതെ ഞങ്ങൾക്ക് ഇങ്ങനെ വാഴാൻ ഈ ഭൂമിയിൽ എങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൂടും. കമ്പമെന്നിയേ വേടൻ വനത്തിൽ ഒളിച്ചിട്ട് മാൻപിട പോലെ കൂകും, നാദമോഹേന മൃഗം ഓടിയങ്ങ് അരികത്ത് ചെല്ലുന്ന നേരത്തവൻ പാടവമോട് ശരമെയ്ത് കൊന്നിയിടും പോലെ. അതായത് ഈ വേടൻ്റെ ആഹാരം മാംസമാണല്ലോ. മാനിനെ അമ്പെയ്യാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്യും, വനത്തിൽ ചെന്ന് ഒളിച്ച് നിൽക്കും. കമ്പമെന്നിയെ അത്രത്തോളം ആഗ്രഹത്തോടുകൂടി തന്നെ ഒളിച്ച് പമ്മി നിന്നിട്ട് മാൻപിട എങ്ങനെയാണ് കൂകുന്നത് അതുപോലെ വേടൻ നാദം ഉണ്ടാക്കും. ഇപ്പം എന്താ പറയുക, ഒരു പൂച്ച നമ്മൾ അറിയണം മ്യാവ് മ്യാവ് നമ്മൾ എനിക്കറിയാം മ്യാവ് മ്യാവ് എന്ന് പറയുന്ന പോലെ മാനിൻ്റെ സൗണ്ട് അയാൾ കേൾപ്പിക്കും വേടൻ. അപ്പോഴെന്ത് വരും, നാദമോഹേന, ഈ നാദം കേട്ട് മോഹിക്കും. അത് എന്താ പറയുക, ഇപ്പം ഈ ഈയൽ ദീപം വെട്ടം കണ്ട് ഭ്രമിച്ച് മോഹിച്ച് വന്ന് ഈയലെല്ലാം ചാകുന്നത് പോലെ ഈ കള്ളത്തരത്തിൽ ഊതുന്ന ഈ കൂവക്കം കേട്ട് ആ നാദത്തെ മോഹിച്ചിട്ട് ഈ മൃഗം, ഈ മാൻ വന്ന് എവിടാ നാദം കേട്ട് അവിടേക്ക് വരും. അപ്പം പിന്നെ വേടൻ എങ്ങോട്ടേലും പോകണം, അവിടെ നിന്ന് എഴുതാൽ പോരെ. അതാണ് വേടന്മാരുടെ ബുദ്ധി. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഭഗവാനെ പറയൂ അവർ, മാൻപിട പോലെ കൂകും വേടൻ, നാദമോഹേന, നാദം കേട്ട് അതിൽ ഭ്രമിച്ചു പോവും. ഇതാണ് നമ്മൾ ഭ്രമിക്കരുത് ഒന്നിലും. ഇതൊക്കെ അപകടമാണ്. നമ്മൾ ഇപ്പം നദി കണ്ട് ഭ്രമിച്ചെടുത്തങ്ങ് ചാടും കുളിക്കാൻ, എന്ത് ചെയ്യും, ഒഴുകി പോകത്തില്ലേ? നീന്തറിയാമത്തൊരു എടുത്തങ്ങ് ചാടും. വെള്ളം കാണുമ്പോഴേ എടുത്തൊരു ചാട്ടമാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും. അപ്പം ഈ മാനിനെ കണ്ട് നമ്മൾ പഠിക്കണം. ഒരിക്കലും നമ്മൾ ഭ്രമിച്ച് നാദം കേട്ട് ഭ്രമിക്കരുത്. മാനിനറിയില്ലല്ലോ, മാന് ഇങ്ങനെ
വരുന്ന മാനങ്ങൾ ചാവും. പിന്നെ അടുത്ത മാനും ഇതുപോലെ മാനുകൾ തന്നെ വന്നുകൊണ്ടേയിരിക്കും, ചത്തുകൊണ്ടേയിരിക്കും. ഈ മാൻ രക്ഷപ്പെട്ടെങ്കിലേ ചെന്ന് പറയുകയോ നിങ്ങൾ ആ നാദം കെട്ട് പോവല്ലേ, അത് അപകടമാണ് എന്ന് പറയണമെങ്കിൽ മാൻ ചാവാതിരുന്നെങ്കിലല്ലേ പറ്റൂ. അവൻ്റെ വേടൻ്റെ അമ്പുണ്ടെങ്കിൽ ചത്തുപോയാൽ പിന്നെ എങ്ങനെ മറ്റു മാൻ അറിയാൻ പറ്റും? അതുകൊണ്ട് എല്ലാ മാനിൻ്റെ അവസ്ഥ ഇതാണ്. വേടന്മാർ ഇതുപോലെ ചെന്ന് ഒരു കൂവുമ്പോൾ നാദം കേട്ട് ആ സൗണ്ട് കേട്ട് മൃഗം ഓടി അങ്ങ് അരികത്ത് ചെല്ലുന്ന നേരത്ത് ഈ വേടൻ എന്ത് ചെയ്യും? പാടവമോട് ശരമെയ്ത് കൊന്നിടും പോലെ. അതുപോലെ എന്താ പറയുന്നത്? അതുപോലെ കൈതവമൂർത്തി കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഞങ്ങളെ മോഹവാക്യാൽ. അതുപോലെ കൈതവമൂർത്തി കൃഷ്ണൻ ഞങ്ങളെ മോഹവാക്യാൽ ചേതസി മദനമാലിൻ രസമറിയിച്ചു. അതുകൊണ്ട് ഭഗവാനില്ല നാദം കേട്ട് മാൻ മോഹിച്ചതുപോലെ ഭഗവാന്റെ പിന്നെ എന്താ പറയുക മോഹവാക്യങ്ങൾ ഇവർ ഭഗവാന്റെ വാക്യത്തിൽ അങ്ങ് ഭ്രമിച്ചു പോയി. ഭഗവാന്റെ മുഖസൗന്ദര്യവും എന്താ പറയുക ആ ശോഭയും ഭഗവാന്റെ ഓരോ വാക്കുകൾ രസങ്ങളായിരിക്കുന്ന വാക്കുകളെല്ലാം കേട്ട് ഈ സ്ത്രീകൾ ഈ നാരിമാർ അതിലങ്ങ് വീണ് മുഴുകി പോകുന്നു. അങ്ങ് ഭ്രമിച്ചു. ഭഗവാന്റെ മായ എങ്ങനെയല്ലേ ആകർഷിക്കല്ലോ. ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഇവരെ മാത്രം മതി. ഭഗവാൻ ലോകം മൊത്തവും ജനങ്ങളെ ഇവിടം വരെ നമ്മളെത്തി. ഈ ഭാഗവത് നമ്മൾ ചിന്തിക്കണം, നമുക്ക് ചിരിക്കാൻ കൊള്ളാം. ഭഗവാൻ അന്ന് ശരീരം എടുത്ത് ചെയ്തു. ഇന്ന് ആ അവസ്ഥ ഭാഗവത്തിൽ കൂടെ തരുമ്പോൾ നമ്മളും മോഹിക്കുന്നു, നമ്മളും തെറ്റാ ചെയ്യുന്നത്. നമ്മളിത് വായിച്ച് കേൾക്കുമ്പോൾ അയ്യോ ഇതാണോ ഭഗവാൻ? നമ്മൾ ആ മോഹവലയത്തിൽ കേട്ടങ്ങ് വീഴുന്നുണ്ട്. അത് മനസ്സിലാക്കണം. പ്രേമമാകുന്ന ഭക്തി ഇതാണ്. അതുകൊണ്ട് നമ്മളും ഈ നാരിമാരെ കൂട്ട് ഭഗവാന്റെ വാക്യവും മോഹനകരമായ ഈ വാക്കുകൾ ഭാഗവത്തിൽ കൂടി നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഭഗവാനുള്ള ചിന്തയും ഭഗവാന്റെ ഓരോ കാര്യങ്ങളൊക്കെ കരച്ചിലും ഗൽഗതവും എല്ലാം സംഭവിക്കുന്നത് എന്താ കാരണം? എനിക്കും വേണം ഭഗവാനെ, എനിക്ക് കണ്ണനെ വേണം എന്ന് നമ്മളും ചിന്തിക്കുന്നു. ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ കുറ്റക്കാരായി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? നമ്മൾ അന്ന് ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. നമുക്ക് അതുപോലും ഇല്ല. നമ്മളങ്ങ് ജഗദമ്മയ്ക്ക് അറിയാം ജഗദമ്മയുടെ വെപ്രാളം ഭഗവാനെ വേണമെന്നുള്ള. അതുപോലെ ഓരോരുത്തർക്കുള്ളയും കാര്യം പറയാൻ എല്ലാവരുടെയും അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ട് നമ്മളും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളും ഈ ഗോപസ്ത്രീകളാണ്. കൈതവമൂർത്തി കൃഷ്ണൻ ഞങ്ങളെ മോഹവാക്യാൽ മോഹമാകുന്ന ഭ്രമിപ്പിക്കുന്ന ആഗ്രഹം ഏറിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ചേതസി നമ്മുടെ മനസ്സിനെ മദനമാലിൻ രസമറിയിച്ചു. നമ്മുടെ മനസ്സിനെ എല്ലാം കവർന്നെടുത്തു രസിപ്പിച്ചു. അതുകൊണ്ട് കോമളപാണി പത്മശോഭിത നഖങ്ങളാൽ ആമയം വരുത്തിത്തൻ കാമാഗ്നി തന്നെ വീഴ്ത്തി. നമ്മുടെ കാമമാകുന്ന അഗ്നി, ജ്ഞാനാഗ്നി എന്ന് പറയുന്ന പോലെയാണ് കാമാഗ്നി. അപ്പം നമുക്ക് ജ്ഞാനമാകുന്ന അഗ്നി അല്ലെങ്കിൽ യോഗമാകുന്ന അഗ്നി അതുപോലെ ഒന്നാണ് കാമാഗ്നി. അത്രമാത്രം മൂർധന്യാവസ്ഥയാണ് കാമം. ഭഗവാനെ കിട്ടിയേ പറ്റൂ, മരിച്ചു പോകും ഇല്ലെങ്കിൽ. അതാണ് ഒരു കാമാഗ്നി. അവർ ഭഗവാനീന്നുള്ള ആ ഒരു എന്താ പറയുക, ഭഗവാൻ അല്പം മാത്രമേ കൊടുത്തുള്ളൂ. ഭഗവാനിൽ രമിപ്പിച്ചു, ആനന്ദിപ്പിച്ചു. പിന്നെ അവർ കളയുമോ? കണ്ണനെ കളയുമോ? പിന്നെ ഒരു വട്ടം ഒരു രുചി അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനെ കളയുമോ? ഒരിക്കലും കളയത്തില്ല. ഭഗവാന്റെ വചനങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് വായിച്ചാൽ പിന്നെ നാളെയും വായിക്കണം, എപ്പോഴും കേൾക്കണം. ഇതൊക്കെ കേട്ടേ പറ്റൂ. നമുക്ക് തോന്നുന്നത് എന്താണ്? ഇനിയും കേൾക്കണമെന്ന് തോന്നുന്നത് എന്താ? അത് നമുക്ക് ആനന്ദം അനുഭവിക്കുന്നവരങ്ങനെയാണ്. നമുക്ക് ആനന്ദം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഭഗവാൻ ആനന്ദമൂർത്തിയാണ്. ഈ ആനന്ദം നമ്മൾ എപ്പോൾ ഉണ്ടാകുന്നു അതുവരെ നമുക്ക് ആർത്തി നിൽക്കത്തില്ല. ഇങ്ങനെ ആർത്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആനന്ദം അങ്ങ് അനുഭവിച്ചാൽ പിന്നെ നമുക്ക് തോന്നും ഇതൊക്കെ ഇനി വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ എന്തായാലും ഭഗവാൻ വെറുതെ ഇരുത്തത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വരും? അങ്ങ് വേദന വിഷമം. എന്താണ്? മക്കൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പം അങ്ങനെ ആനന്ദം അനുഭവിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ അങ്ങനെ. അപ്പോൾ ഭഗവാൻ എന്താ പറയുക? ഒരു കർമ്മവും ഭഗവാന് പരമാത്മാന് യാതൊരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളും അതാണ്. നമുക്കും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആനന്ദം അനുഭവിച്ചവൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണമെന്നില്ല, ചെയ്താലും ഒന്നുമില്ല. നമ്മളെന്താ മരണം വരെ നമുക്ക് ഈ ശരീരം അവസാനിക്കുന്നവർ നമ്മൾ കർമ്മം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കത്തില്ലേ കർമ്മം ചെയ്യാതിരുന്നാൽ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇപ്പം നീ ഈ കർമ്മം ചെയ്യ്. നീ എൻ്റെ ഭക്ത മക്കളുണ്ട്, അവർക്ക് നീ ഇതൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇതാണ് ഉള്ള അറിവ് മതി. ഇതാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ഓരോരുത്തരെയും നിയമിക്കുന്നത്. ഇപ്പം എനിക്ക് ഈ നിയമനം കിട്ടി, ഇനി എന്നാ ഇത് പിന്നെ ഇതിൽ നിന്ന് വിരമിക്കുന്ന എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആമയം വരുത്തൻ കാമാഗ്നി തന്നെ വീഴ്ത്തി ഈ കുട്ടികളെ. എന്നിട്ടോ കാരുണ്യമില്ല അവൻ വേഗത്തിൽ ഉപേക്ഷിച്ച് ഞങ്ങളെ ഭഗവാൻ കാമാഗ്നിയിൽ ഞങ്ങളെ വീഴ്ത്തിയിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു എത്തുപടിയില്ല, ഇവിടെ കിടക്കുക, ഞങ്ങൾക്ക് ഇത് കരകയറാൻ പറ്റുന്നില്ല. ഭഗവാൻ വന്ന് ഞങ്ങളെ കര കയറ്റിയേ പറ്റുക, ഞങ്ങൾ മരിച്ചു പോകുമില്ലെങ്കിൽ. അതുകൊണ്ട് കാരുണ്യമില്ലാതെ
ഞങ്ങളെ ഇത്രമേൽ ഭഗവാൻ ഞങ്ങളെ മദനമാലൻ ഞങ്ങളെ രസമല്ല അറിയിച്ചിട്ട് ഭഗവാൻ വേഗത്തിൽ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? ധീരനായി പോകുന്ന കൃഷ്ണൻ വാർത്തകൾ ഒഴിഞ്ഞ് എന്നീ ഏതാനും ഉണ്ടെന്നാകിൽ ചൊല്ലുക, മറ്റൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അതുകൊണ്ട് വണ്ടേ ഞങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് ധീരനായി പോയി. അത്ര ധീരതയാണ് ഭഗവാൻ. പക്ഷേ ഈ സ്ത്രീകൾക്ക് ഒരു ധീരതയില്ല. ഞങ്ങൾക്ക് അവരെല്ലാം ബലഹീനയായിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് പോയല്ലോ, ഞങ്ങൾക്ക് നാഥനില്ലാതായല്ലോ, ഞങ്ങൾ താന്തരായി പോയല്ലോ, ആരോരും ഇല്ലാത്തവരായി പോയല്ലോ. വണ്ടിനോട് പറയുക ഇതെല്ലാം. എന്നാൽ ഭഗവാന് കൃഷ്ണൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ധീരനായി തിരിഞ്ഞു പോലും നോക്കാൻ ധൈര്യശാലിയായിട്ട് പോയില്ലേ? അങ്ങനെയുള്ള കൃഷ്ണൻ്റെ വാർത്ത ഞങ്ങൾക്കിനി വേറെ വല്ലതുണ്ടെങ്കിൽ പറ. അത് ഒഴിച്ചിട്ട് വേറെ അത് വാർത്തകൾ ഒഴിഞ്ഞ്, കൃഷ്ണൻ്റെ വാർത്തകൾ ഒഴിഞ്ഞ്, അതായത് ആ ഭഗവാന്റെ വാർത്ത ഇല്ലാത്ത വേറെ ഏതാനും ഉണ്ടെന്നാകിൽ ചൊല്ലുക, അല്ലാതെ മറ്റും വേണ്ട. ഞങ്ങൾക്ക് പണ്ടേ അവിടുത്തെ സന്ദേശമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. കൃഷ്ണൻ ഞങ്ങളെ ഇങ്ങനെല്ലാം കാമാഗ്നിയല്ല വീട്ടിട്ട് പൊയ്ക്കളഞ്ഞു ധീരനായിട്ട്. അതുകൊണ്ട് കൃഷ്ണൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, കേൾക്കാം. കാതരാക്ഷിയാം ഒരു ഗോപിതാൻ ഏവൻ ചൊല്ലി. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാതരാക്ഷി എന്ന് പറഞ്ഞ ഒരു ഗോപി ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഏതാനും ഉണ്ടെന്നാകെ ചൊല്ലുക, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഈ കാര്യം കൃഷ്ണൻ്റെ കാര്യം ഞങ്ങൾ കേൾക്കണ്ട, ധീരനായി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കാന്നില്ലയോ? അതുകൊണ്ട് വേറെ വല്ലതും കാര്യം ഉണ്ടെങ്കിൽ പറയൂ, ഈ കാര്യം കൃഷ്ണൻ്റെ കാര്യം ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ കാതരാക്ഷിയാം ഒരു ഗോപിതാൻ ഏവം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടോ അന്യയായൊരു ഗോപി ചൊല്ലിനാൾ ഈ വണ്ണമായി. വേറൊരു സ്ത്രീ എന്ത് പറയുന്നു? ഗോപിക ഇങ്ങു നിന്നെങ്ങളെയും കൂടിക്കൊണ്ടങ്ങ് ചെൽവാൻ തിങ്ങിന വേഗത്തോടെ വന്നായോ നീ എന്നാകിൽ വണ്ടേ അത് ഭ്രമരമേ. എന്ത് പറയുന്നത്? ഇങ്ങു നിന്ന് ഇന്ന് ഞങ്ങളെയും കൊണ്ട് അവിടേക്ക് ചെല്ലാനാണ് തിങ്ങിന വേഗത്തോടെ ഇത്രയും പെട്ടെന്ന് പറന്നു വിട്ടിട്ട് ഇതിന് വന്നെങ്കിൽ സന്ദേശമാണ് ഞങ്ങൾക്ക് കേൾക്കണ്ട. കാതരാക്ഷിയ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ സന്ദേശം ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളിങ്ങനെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ധീരനായി പോയി, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയി, അത്രമാത്രം കടുപ്പമേറിയ വിഷമം ഞങ്ങൾക്കുണ്ട്. കാമാഗ്നിയല്ല ഞങ്ങളെ ഇട്ട് കളഞ്ഞ് വലയ്ക്കുക ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഇതിൽ നിന്ന് വിടുതൽ കയറാൻ. ഭഗവാനില്ലാത്ത ജീവിതം ഞങ്ങൾക്കില്ല. പക്ഷെ അങ്ങനെ ധീരത കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ സന്ദേശം ഒന്നും കേൾക്കണ്ട. അപ്പോൾ വേറെ സ്ത്രീ പറയുന്നത് ഇങ്ങനെ നിന്ന് ഞങ്ങളെ ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ വരുന്നത് ഇങ്ങി നിന്നെങ്ങളെ, അത് ഞങ്ങളെ കൂടിക്കൊണ്ടങ്ങ് ചെൽവാൻ, അത് ഭഗവാൻ്റെ അടുക്കലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് തിങ്ങിന വേഗത്തോടെ ഇത്രയും പെട്ടെന്ന് വണ്ടിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതിനാണെങ്കിൽ അങ്ങനെ വന്നായോ നീ എന്നാകിൽ വണ്ടേ നീ ഞങ്ങളെ ഇത്രയും പെട്ടെന്ന് കൃഷ്ണൻ്റെ അടുക്കലേക്ക് കൊണ്ട് ചെല്ലാനാണെങ്കിൽ എന്ത് പറയുന്നു? മാന്യൻ നീ, അതുകൊണ്ട് മാനിച്ചിടുന്നു നിന്നെ. അങ്ങനെയാണെങ്കിൽ നീ മാന്യനാ, ഞാൻ നിന്നെ മാനിക്കാം. അത് കാതരാക്ഷിയല്ല, വേറൊരു സ്ത്രീയാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ സന്ദേശം ഞങ്ങൾ കേൾക്കണ്ടെന്ന് കാതരാക്ഷി പറഞ്ഞു. അപ്പോൾ അന്യയായ അത് വേറൊരു സ്ത്രീ പറയുന്നു, ഞങ്ങളെ അവിടുത്തെ കൃഷ്ണൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനാണ് നിന്നെ വേഗത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ നീ ഒരു മാന്യനാണ്, നീ അതുകൊണ്ട് നിന്നെ ഞങ്ങൾ മാനിക്കാം. നിന്നെ വന്ദനീയനാ, നിനക്കൊക്കെ നൽകണം, നിന്നെ ഞങ്ങൾ വന്ദിക്കാം, നീ വന്ദനീയനാണ്, നീ അങ്ങനെ ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നെങ്കിൽ നീ വന്ദനീയനാണ്. ഇത് മറ്റേ സ്ത്രീ അല്ല പറയുന്നത്, വേറൊരു സ്ത്രീയാണ് പറയുന്നത് ഇങ്ങനെ വന്ദിക്കാം. മറ്റേതെന്ന് പറഞ്ഞാൽ നീ പൊയ്ക്കോ, കേൾക്കണ്ട കാര്യം കേൾക്കണ്ട, പൊയ്ക്കോ, ഇങ്ങനെയെല്ലാം കാഠിന്യമേറിയ കൃഷ്ണനല്ലേ എന്നാണ് പറഞ്ഞത്. ഇവള് പറയുന്നത് എന്താണ്? നീ മാന്യനാണ്, എന്താ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നീ ഞങ്ങളെ കൊണ്ടുപോകാനാണ് വന്നെങ്കിൽ നീ മാന്യനാണ്, നിന്നെ മാനിക്കാം. അതുപോലെ നീ വന്ദനീയനാണ്, നിനക്കൊക്കെ ഞങ്ങൾ നൽകിയിടുവൻ. പങ്കജനേത്രൻ തൻ്റെ വക്ഷസി മഹാലക്ഷ്മി സങ്കേതമായി സദാ വാഴുക മൂലമായി ഞങ്ങളെ നീ അങ്ങ് കൊണ്ടുപോയി ആക്കിയിടുകിൽ ഞങ്ങളും അങ്ങ് വന്നിട്ട് എന്തോന്ന് ചെയ്തിടേണ്ടു. അപ്പോൾ ഭഗവാന്റെ പങ്കജനേത്രനെ കൃഷ്ണൻ്റെ വക്ഷസി മാറിൽ നെഞ്ചിൽ മഹാലക്ഷ്മി, കാരണം പരമാത്മാവായ പരബ്രഹ്മത്തിന് ചിന്മയി മഹാമായ ഭഗവാന്റെ ഭാര്യ, ആ പരബ്രഹ്മം എവിടെ അവതാരം എടുത്താലും ആ മഹാമായായിരുന്ന പരാശക്തി ഒരു രൂപം എടുത്ത് ഭഗവാന്റെ മഹാലക്ഷ്മിയായിട്ട് ഭാര്യയായിട്ട് വരും. ഇവിടെ രുക്മിണിയായിട്ട് വന്നതുപോലെ. അതുപോലെ മഹാലക്ഷ്മിയാകുന്ന ശ്രീ, അത് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഭഗവാന്റെ മാറിൽ ഉണ്ട് വക്ഷസി. അങ്ങനെ സങ്കേതമായി സദാ വാഴുന്നു. കാരണം ഈ ചിന്മയിയായിരിക്കുന്ന ഭഗവതി രുക്മിണി എന്താ പറയുക ഭാര്യയാണ്. പക്ഷേ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ചിന്മയി
അത് അവതാരമാണ് രുക്മിണി. അപ്പോൾ ഈ മഹാലക്ഷ്മി ആയിരിക്കുന്ന പിന്നെ ഈ പരാശക്തി ഭഗവാന്റെ ഉള്ളൽ, അതായത് നെഞ്ചിൽ വാഴുക മൂലമായി സങ്കേതമായി സദാ വാഴുന്നു. അതുകൊണ്ട് ഞങ്ങളെ നീ അങ്ങ് കൊണ്ടുപോയി ആക്കിയിടകിൽ ഞങ്ങളും അങ്ങ് വന്നിട്ട് എന്തോന്ന് ചെയ്തിടേണ്ടു. അപ്പോൾ ഭഗവാന്റെ മാറിൽ എന്താ പറയുക, ഭഗവതി ഉണ്ട്. അങ്ങനെയുള്ള പിന്നെ സങ്കേതമായി വസിക്കുന്നു ഭഗവാന്റെ മാറിൽ. ഭഗവാന്റെ ഭാര്യയായ വക്ഷസി മഹാലക്ഷ്മി വസിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ഞങ്ങളെ നീ അങ്ങ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ കൊണ്ടുപോയി, ഞങ്ങൾ അങ്ങ് വന്നിട്ട് എന്തോന്നാ ചെയ്തിട്ടു. ചെയ്തോ മോഹനൻ മോതാൽ വാഴുന്നു മധുരയിൽ. എങ്കിലും മനസ്സിനെ മോഹിപ്പിക്കുന്ന ഈ കൃഷ്ണൻ സന്തോഷത്തോടെ അവിടെ വാഴുന്നുണ്ടോ, അതും കൂടെ ചോദിച്ച്. ഭഗവാനുള്ള സുഖമാണോ, ഞങ്ങളങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ. എങ്കിലും ചെയ്തോ മോഹനൻ, ഞങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നവൻ. ഈ സ്ത്രീകളെയെല്ലാം കാമാഗ്നിയിൽ വീഴ്ത്തി, അതാ മോഹിപ്പിച്ച് വീഴ്ത്തിയിട്ട് ആ കൃഷ്ണൻ സന്തോഷത്തോടെ വാഴുന്നു മധുരയിൽ എങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് മാതാവും പിതാവും തൽ ബന്ധുക്കൾ വയസ്സരും ഗോകുലം വൃന്ദാവനം എന്നിവ മനം തന്നിൽ ശോകനാശനൻ കൃഷ്ണൻ ചിന്തിപ്പതുണ്ടോ ചൊൽക പറയൂ. ഇവിടെ യശോദാമ്മയും നന്ദഗോപരും ബന്ധുക്കളും വയസ്സരത സുഹൃത്തുക്കളും, വയസ്സരെന്ന് വെച്ചാൽ സുഹൃത്തുക്കളും ഒരേ പ്രായക്കാർ, ഗോപികളും പുരുഷന്മാരുണ്ടല്ലോ സുഹൃത്തുക്കളുണ്ടല്ലോ അവരും, ഗോകുലവും അതായത് വൃന്ദാവനവും എന്നിവ മനം തന്നിൽ ഭഗവാന്റെ മനസ്സിൽ ശോകനാശനൻ ഭഗവാൻ കൃഷ്ണൻ, ശോകത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ചിന്തിപ്പതുണ്ടോ പറയൂ. അവിടെ ഭഗവാൻ ഇവിടെ ഞങ്ങളെപ്പറ്റി, ഇവിടുത്തെ ഞങ്ങളെന്നല്ല, അത് പിന്നെ വരത്തുള്ളൂ. ഇവിടുത്തെ ഭഗവാന്റെ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ വൃന്ദാവനവും ഗോകുലവും എന്ന് വെച്ചാൽ പശുക്കളും അതും ഇതുമൊക്കെ ഉണ്ട്. ഇതെന്തെങ്കിലും കൃഷ്ണൻ്റെ മനസ്സിലുണ്ടോ, ഓർമ്മ അതൊക്കെ ചിന്തിക്കാറുണ്ടോ, പറയാറുണ്ടോ പറയൂ ചൊല്ലുക. പിന്നെ ഗോപികാജനത്തിൻ്റെ വൃത്താന്തം ഏതെങ്കിലും ഗോവിന്ദൻ ചൊല്ലുന്നത് എപ്പോഴെങ്കിലും കേട്ടതുണ്ടോ. ഈ ഞങ്ങളെപ്പറ്റി, ഈ ഗോപികാജനത്തിന്, ഈ നാരിമാർക്ക് അതാണ് ആവശ്യം, പാവം പിള്ളേർ. ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും വൃത്താന്തം ഏതെങ്കിലും ഒന്ന് ഗോവിന്ദൻ കൃഷ്ണൻ പറയാറുണ്ടോ വല്ലപ്പോഴെങ്കിലും, ചൊല്ലുന്നത് എപ്പോഴെങ്കിലും കേട്ടതുണ്ടോ. വണ്ടിനോടാണ് ചോദിക്കുന്നത്. വണ്ടേ എന്തെങ്കിലും മാതാപിതാക്കളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവിടെ ഓർമ്മയുണ്ടോ, ഭഗവാൻ കൃഷ്ണൻ ചിന്തിക്കുന്നുണ്ടോ. ഞാനാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. അവർ കൃഷ്ണ കൃഷ്ണ എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ നമ്മൾ അറിഞ്ഞതുകൊണ്ടല്ലേ അവർ അത്ര അറിഞ്ഞിട്ടില്ലല്ലോ, ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ, ഈശ്വര അവതാരം എന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണൻ ഞങ്ങളെപ്പറ്റി, അതാ ഗോപികാജനത്തിൻ്റെ വൃത്താന്തം, ഞങ്ങളുടെ വൃത്താന്തം ഏതെങ്കിലും കൃഷ്ണൻ ചൊല്ലുന്നത് എപ്പോഴെങ്കിലും നീ കേട്ടിട്ടുണ്ടോ വണ്ടേ. വടിവിൽ സുഗന്ധമാം ചന്ദനം അകിൽ പൂണ്ട ഏടലർ ശരസമൻ കൃഷ്ണൻ തൻ കരാംബുജം ചേതസി കൊതിയുണ്ടെൻ മൂർധനി വച്ചിടുവാൻ ഏതൊരു കാലം ഞങ്ങൾക്ക് ഒഴി ദയാനിധേ. അവർ ഇതൊക്കെ ചോദിച്ചിട്ട് പറയുന്നു, വടിവിൽ സുഗന്ധമാം ചന്ദനം അകിൽ പൂണ്ട, ഭഗവാന്റെ ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. വടിവിൽ പിന്നെ സുഗന്ധം ചന്ദനം അകിൽ പൂണ്ട, ചന്ദനത്തിൻ്റെ സുഗന്ധം പൂണ്ട ഏടലർ ശരസമൻ, അങ്ങനെയുള്ള ഏടലർ ശരസമന് തുല്യനായിരിക്കുന്ന ഭഗവാന്റെ കരാംബുജം, മൃദുവായിരിക്കുന്ന ആ അംബുജം പോലത്തെ ആ കരം, ചേതസി കൊതിയുണ്ട്, ഞങ്ങൾക്ക് മനസ്സിന് അത്രമാത്രം കൊതിയുണ്ട് ഭഗവാന്റെ മൃദുലമായിരിക്കുന്ന ആ കരം ഞങ്ങളുടെ ശിരസിൽ വയ്ക്കാൻ. പിന്നെ ഏതൊരു കാലം ഞങ്ങൾക്ക് കഴിയും ഭഗവാനെ ദയാനിധി. വണ്ടിനോട് പറയുന്നെങ്കിലും അവർ ഉള്ളം അത്രമാത്രം വിഷമിച്ച് തന്നെയാണ് പറയുന്നത്. വണ്ടിനോടായിട്ട് പറയുന്നെങ്കിലും തന്നെ പറയുക. വണ്ട് അവിടെ സങ്കല്പമാണ് വണ്ട് കേൾക്കുന്നത്. അവർ വണ്ട് വന്നപ്പോൾ വണ്ടിനെ സങ്കല്പിച്ച് പറയുന്നു. പക്ഷേ ഇവിടെ ഹൃദയത്തിലിരിക്കുന്ന വെന്തുരുകുന്ന എല്ലാം അവരവിടെ പറയുന്നത് ഉദ്ധവരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാലം ഞങ്ങൾക്ക് ആ വഴി ദയാനിധി, എന്നാൽ ഇനി ഞങ്ങളുടെ തലയിൽ ഭഗവാന്റെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാരണം ഭഗവാനുടെ രാസലീലയും എല്ലാം ചെയ്തപ്പോൾ അവരെ എന്തൊക്കെയാ ചെയ്യുക. ഭഗവാൻ താമ്പൂലം ഭഗവാന്റെ വായിൽ നിന്ന് ഊന്നെടുക്കുന്നു, ഭഗവാനെ ആലിംഗനം ചെയ്യുന്നു, എന്തൊക്കെയോ മുത്തം കൊടുക്കുന്നു. ഇങ്ങനെ അപ്പം നമ്മൾ തന്നെ, ഞാൻ തന്നെ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് തോളിലിട്ടുണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകാം. ഇപ്പോഴല്ല, ഇപ്പം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് ഇതിൽ കൂടെ ഞാൻ ആനന്ദിക്കുന്നു. അന്നേരം എനിക്ക് ഈ മക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ മക്കൾ ഇങ്ങനെ തരുന്നുണ്ട്. ഞാൻ ഭാഗവതം വായിച്ച് ഇത് ആനന്ദ നിർവൃതി അടയുന്നു. അന്ന് ഭഗവാനെ ഒരു തോളിലിട്ടുകൊണ്ട് പോയി കുളിപ്പിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നു, ഒരുക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. ആലിംഗനം കൊടുക്കുന്നു, എല്ലാം ഭക്തിപൂർവ്വം എല്ലാം ചെയ്യുന്നു. അത് ലോകത്തുള്ള സർവ്വ ഭക്തമക്കളും എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇവർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം.
ആരൊക്കെ എന്തൊക്കെ ചെയ്യും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്നാൽ ഇനി ഇത് ഞങ്ങൾക്ക് പറ്റുന്ന ഭഗവാനെ, ഏതൊരു കാലമാണ് ഞങ്ങൾക്ക് ആ ഭഗവാന്റെ കരം ഞങ്ങളെ ശിരസിൽ വയ്ക്കാൻ എന്നാ ഞങ്ങൾക്ക് സമയം കിട്ടും, നമുക്ക് ആ വഴി ഞങ്ങൾക്ക് ദയാനിധി എന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇത്തമങ്ങോരോ തരം ഗോപിക ജനത്തിൻ്റെ ചിത്തത്തിൽ മാധവനെ ഭജിക്കും ഭക്തി കണ്ട് ചിത്തത്തിൽ ബഹുമാനിച്ച് ഉത്തമനും ചിത്തമോഹനവാക്യം ഗോപികളോട് ചൊന്നാൻ. ഇങ്ങനെയല്ല, എന്നാ ഇനി ഇത് ഞങ്ങൾക്ക് പറ്റുന്ന ഭഗവാനെ, കൃഷ്ണ നാരായണ എന്നൊക്കെ ഇങ്ങനെ ദയാനിധേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെല്ലാം പറഞ്ഞ് ആര് കേൾക്കുന്നു? ഗോപികാ ജനത്തിൻ്റെ ഈ മനസ്സിലിരിക്കുന്ന വേദന ചിത്തത്തിൽ ഭഗവാനെ മാധവനെ ഇങ്ങനെ ഭജിക്കുകയും ഭക്തിയൊക്കെ കണ്ടു. ആരാ? ചിത്തത്തിൽ ബഹുമാനിച്ചു ഉത്തമൻ. ഇത്രയും കണ്ട്, ഇത്രയും ഭക്തി ഉദ്ധവർക്കില്ലെന്ന് ഉദ്ധവർക്ക് മനസ്സിലായി. ഉദ്ധവൻ ഭയങ്കര ഭക്തി കൊണ്ടാണ് വന്നേക്കുന്നത്, പക്ഷേ ഇതുപോലൊരു ഭക്തി അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ഈ ചിത്തത്തിൽ ബഹുമാനിച്ചു, മനസ്സുകൊണ്ട് ഈ ഗോപികളെ ഇദ്ദേഹം ബഹുമാനിച്ചു. എന്താ ഇത്രയും നല്ല ഭക്തി? ഉത്തമനായിരുന്ന ഉദ്ധവനും ചിത്തമോഹന വാക്യം, ഇവരുടെ വാക്യങ്ങളെല്ലാം ഗോപികളോട് ചൊന്നാൻ. ഗോപികളോട് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് നല്ല ചിത്തമോഹനമായ വാക്യങ്ങളാണ്. അവരുടെ ഈ വേദന മാറ്റാൻ തക്കതായ രീതിയിലാണ് ഉദ്ധവരെയോട് ഭഗവാൻ പറഞ്ഞു വിട്ടേക്കുന്നത്. ഇതിനൊത്ത കാര്യങ്ങളാണ് ഇനി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ അവർ നന്നായി ബഹുമാനിച്ചിട്ട് തന്നെയാണ് ചിത്തമോഹനവാക്യം, മനസ്സിന് കുളിർമയേകുന്ന മോഹിപ്പിക്കുന്ന വാക്കുകളിൽ ഗോപികളോട് ഉദ്ധവർ പറയുന്നു. കാമിനിമാരാം നിങ്ങൾക്കൊക്കെയും സഫലമാം കാമതനായ കൃഷ്ണൻ തന്നിലേ ഈ നീവണ്ണം ചേതസി ഭക്തി വർദ്ധിച്ചിടുക മൂലം നൃണാം പൂതമാനസരായി നിശ്ചല ഭക്തി മൂലം ലോകവാസികളിൽ വച്ച് ഉത്തമരായി നിങ്ങൾ ലോകത്തിൽ ഇതിന് മീതേ മറ്റു സാധിപ്പാനില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഇതുപോലെ ആർക്കും ഇല്ല ഈ ലോകത്തിൽ. ഇതിനുമേൽ മറ്റ് സാധിപ്പാൻ ഈ ലോകവാസികൾ വെച്ച്, ഇവിടെ ലോകത്തിൽ ഇത്രയും ലോകങ്ങളിൽ വെച്ച് ഇത്രയും ഭക്തി, ഇത്ര ഉത്തമരായ ഈ ഗോപസ്ഥകളെ പറ്റി ഇതുപോലെ ഒരുത്തരും ഇവിടെ ഇല്ല. അതാണ് ചേതസി നിങ്ങൾക്ക് ഭക്തി വർദ്ധിച്ചിടുക മൂലം. ഇവരുടെ ഭക്തി കൊണ്ടാണ് ഭഗവാനെ കുറ്റം പറയുന്നത്. അവരുടെ സ്നേഹം അത്രത്തോളം ഉള്ളതുകൊണ്ട് ഭഗവാനെ കിട്ടിയ ഞെവിടി എന്താ പറയുക, ഇടിച്ചു കൊല്ലുന്ന രീതിയിലാണ് അവരുടെ മനസ്സിരിക്കുന്നത്. അങ്ങനെ കൈവിട്ട് കളഞ്ഞു പോയത് കൊണ്ടുള്ള സങ്കടം, ആ സങ്കടം സഹിക്കാത്തതുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം അവർ പറയുന്നത്. അവിടെ കാമിനിമാരാം നിങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് എന്താണതിൽ നിങ്ങൾക്ക് എല്ലാം സഫലമാവും, അത്രമാത്രം നിങ്ങൾക്ക് ഭക്തിയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ജഗദമ്മേ സമാധാനപ്പെടൂ, മകന് ജോലിയാവും. ഞാൻ പറഞ്ഞു മകന് ജോലിയാവും, ജഗദമ്മയ്ക്ക് സമാധാനമായിട്ട് ഇത്രയും ഭക്തി ഉള്ളതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ നിറവേറ്റും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കി തരും എന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് കമൻസ് വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ വായിച്ചു, ഒറ്റയ്ക്കിന്ന് ഭാഗ്യം പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളൊക്കെ എത്തിയത് പറഞ്ഞു. അപ്പോഴെന്താ, ഭഗവാനെ അറിയുന്ന മക്കൾക്ക് ഈശ്വരൻ എല്ലാ സൗഭാഗ്യവും കൊടുക്കും. കാരണം മറ്റ് സൗഭാഗ്യം കുറഞ്ഞു പോയാൽ മനസ്സിന് സന്തോഷം ഉണ്ടാവുകയില്ല. ദുഃഖം ഉണ്ടായാൽ ഈശ്വരനെ ആരാധിക്കാൻ എനിക്ക് വിഷമമാണല്ലോ ഭഗവാൻ എന്ന് പറയുന്നത്, ആനന്ദിക്കാൻ പറ്റിയ അവസരം കൊടുക്കും. അതാ യഥാർത്ഥ ഒരു ഭക്തനാകുക. നമ്മൾ നിർമ്മലമായിരിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടി ഒരു പിഞ്ചു കുഞ്ഞുങ്ങളോട് കൂടിയുള്ള ഒരു സ്വഭാവവും ഭക്തിയും വർദ്ധിച്ചാൽ ഭഗവാനെ മാത്രം മതി ചിന്തിക്കുമ്പോൾ മറ്റെല്ലാം രണ്ടാം സ്ഥാനത്ത് കൊടുത്താൽ മതി. ഭർത്താവും മക്കളൊക്കെ രണ്ടാം സ്ഥാനം മതി, ഭഗവാൻ കഴിഞ്ഞിട്ട് മതി മറ്റല്ല. എന്നാലേ ഭഗവാൻ നമുക്ക് ഈ മക്കൾക്കും ഭർത്താവിനും നമുക്ക് കുടുംബസമേത എന്താണ് നമ്മുടെ ഭാവന, നമ്മളൊന്നും ചിന്തിക്കാൻ പോലും വേണ്ട, എല്ലാം ഭഗവാൻ നൽകിയിരിക്കും. കാരണം എന്താ, ഒരു ഭക്തനെ വിഷമിപ്പിക്കുന്നത് ഈശ്വരന് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പോൾ കാമിനിമാരാ നിങ്ങൾക്കൊക്കെ സഫലമാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതൊക്കെ നിങ്ങൾക്ക് സഫലമായി വരും. കാമതനായ കൃഷ്ണൻ തന്നെ ഇന്ന് ഈ വണ്ണം ഭക്തി വർദ്ധിച്ചത് മൂലം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ഭക്തി. കാമതനായ ഭഗവാനും കാമതനാണ്, നിങ്ങളുടെ മനസ്സിനെ ആ ഭഗവാൻ കവർന്നെടുത്ത കൃഷ്ണനാണ്. അപ്പം നിങ്ങൾ മൊത്തവും അങ്ങോട്ടും ഇങ്ങോട്ടും കാമതനുമാണ്. അങ്ങനെയുള്ള കൃഷ്ണൻ തന്നിലെ ആ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഈ വണ്ണം ചേതസി മനസ്സിൽ ഭക്തി വർദ്ധിച്ചിടുക മൂലം നൃണാം പൂതമാനസരായി. എന്താ പൂതമാനസര്? ശുദ്ധമായ മനസ്സോടുകൂടി. അതാണ് പറയുക, ഒരു ശുദ്ധമായ മനസ്സ് ആർക്കാ ഉള്ളത്? അറിവില്ല, പൊടി കുഞ്ഞുങ്ങൾ ജനിച്ച് ഇപ്പം 2 വയസ്സും 3 വയസ്സാകുമ്പോൾ എല്ലാം അറിയാം, കുശുമ്പും കുഞ്ഞാകത്തൊക്കെ അറിഞ്ഞു വരും. പക്ഷേ അതിലൊക്കെ ഒന്നും കൂടെ ചെറുതാവണം, ഒരു 1.5 വയസ്സ് 2-നകത്തുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സ്. കാരണം ഇന്നുള്ള പിള്ളേർക്കെല്ലാം ഇന്ന് TV യിൽ വെച്ചാൽ അത് കണ്ട് എല്ലാം പഠിച്ചിരിക്കുക.
അപ്പം കുശുമ്പൊക്കെ ഇച്ചിരി ശേഷം വന്നു പോയാൽ നിർമ്മലമാകുന്നില്ല. പണ്ടൊക്കെ 5ഉം 6ഉം വയസ്സായാലും കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല, എപ്പോഴും ശുദ്ധ മനസ്സാണ്. എനിക്കിപ്പോഴും ഞാൻ എല്ലാം തർക്കിക്കുന്നു എടുക്കുന്നതെങ്കിലും എൻ്റെ മനസ്സ് ചെറുത് തന്നെയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് പരമാത്മാവായ ഭഗവാനെ എനിക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റും. കാരണം എന്താ പറയുക, നിർമ്മല ഹൃദയം, ഹൃദയശുദ്ധിയുള്ളവർ ഈശ്വരനെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഒരു പുത്രിയോ പുത്രനോ അങ്ങനെ ആയാൽ എനിക്ക് ധൈര്യമായി പറയാം. അതുകൊണ്ട് അല്ലെങ്കിൽ കാണത്തില്ലല്ലോ. 1ഉം 2ഉം അല്ല, ഒരുപാട്. ഇപ്പോഴും കിടക്കുമ്പോൾ ദർശനങ്ങൾ നമ്മൾ അറിയാതെ തന്നെ കണ്ടുകൊണ്ടങ്ങ് കിടക്കാം. നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട. നമ്മൾ ലൈറ്റ് അണച്ച് കിടക്കുമ്പോൾ ഭഗവാനെ ധ്യാനിക്കുക. പിന്നെ കണ്ണടയ്ക്കുന്ന മൊത്തവും എല്ലാ ലോകത്തുള്ള സർവ്വ കാഴ്ചകളും, ചിലപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലമൊക്കെയാണ് കാണുന്നത്, എന്തെല്ലാം കാണാതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് കിടക്കാം. അപ്പം നമ്മൾ പൂതമാനസരായി നിർമ്മലമാകുന്ന ശുദ്ധരായും ശുദ്ധ മനസ്സോടു കൂടിയവരായതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറഞ്ഞത്, നിങ്ങൾ പൂതമാനസരായി നിശ്ചല ഭക്തി മൂലം നിങ്ങളുടെ ഹൃദയം ശുദ്ധമായതുകൊണ്ടും നിശ്ചല ഭക്തി. എന്താ നിശ്ചല ഭക്തി? മനസ്സെപ്പോഴും ഭഗവാനുള്ള ചിന്തയുള്ളു. ഭഗവാൻ കളഞ്ഞിട്ട് പോയിട്ടും ഭഗവാൻ എന്നെ അങ്ങനെ ചെയ്തു വന്നില്ലല്ലോ, കളഞ്ഞിട്ട് പോയല്ലുള്ള ചിന്ത അല്ലാതെ അവർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? അവരുടെ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ മക്കളെയെല്ലാം ത്യജിച്ചു, എല്ലാം കളഞ്ഞിട്ട് കൃഷ്ണാന്നും പറഞ്ഞ് നിൽക്കുന്ന അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ? നിശ്ചല ഭക്തിയല്ലേ, എപ്പോഴും ഭക്തിയല്ലേ. ഭക്തിയിലല്ലേ ഈ ദേഷിക്കുന്നത്, കണ്ണനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കിനി കാണണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇതൊക്കെ പറയുന്നതാണ്. പൊടി കുഞ്ഞുങ്ങൾ അമ്മ ഒന്നും നിർബന്ധം പിടിക്കുന്ന കൊടുത്തില്ലെങ്കിൽ ഇനി എനിക്കത് വേണ്ട പറഞ്ഞാൽ അവർ നിർബന്ധം കാണിക്കും. അതുപോലെ ഇവർ കുട്ടികളും കാണിക്കുന്നത് എന്താ കാരണം? നിശ്ചലമായ മനസ്സും നിർമ്മലമായ ഭക്തിയും നിർമ്മല മനസ്സും എല്ലാം ആയതുകൊണ്ടാണ്. പൂതമാനസരായി നിശ്ചല ഭക്തി കൊണ്ട് അതുമൂലം ലോകവാസികൾ വച്ച് ഉത്തമരായി നിങ്ങൾ ലോകത്തിൽ ഇതിന് മീതെ മറ്റ് സാധിപ്പാനില്ല. ഈ ലോകത്തിൽ ഇതല്ലാതെ ഇതിനപ്പുറം ഒന്നും കിട്ടാനില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പരമാനന്ദം എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഈ ഒരു ഭക്തി, അതാണ് പരമാനന്ദത്തിൽ ലയിക്കാനുള്ളൊരു അവസരമാണ്. ഇത്രയും ഭക്തിയാണ്. ഭക്തിയോഗം പോലെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഈ ലോകവാസികൾ വെച്ച് അവർ ഉത്തമരാണെന്ന് ഉദ്ധവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിന്മീതെ ഈ ലോകത്തിൽ ഇതിന്മേലെ കിട്ടാനൊന്നും തന്നെ ഇല്ല, ഇതിന്മീതെ മറ്റ് സാധിപ്പാനില്ല. ഇത്രയും പരമഭക്തി നിങ്ങൾക്കുള്ളത് കൊണ്ട് ഇതിനപ്പുറത്താക്കിയിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം. നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത പ്രാവശ്യം എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.